ജമാഅത്ത് ഉൽ വിദ 2025 റമദാനിലെ അവസാന വെള്ളിയാഴ്ച വരവായി. അൽവിദ ജുമ എന്നറിയപ്പെടുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും പുണ്യദിനങ്ങളിലൊന്ന് V5 ഈ ദിവസത്തിൽ ഞങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം ഈ പുണ്യദിനത്തിൽ ചേരട്ടെ. ഈ വർഷം 6 ഇടങ്ങളിൽ വെടിയുതിർത്ത് ഖത്തറിലെ ഇഫ്താർ പീരങ്കികൾ. പരമ്പരാഗത രീതിയിൽ മുഗ്രിബ് പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുൻപ് നോമ്പുതുറ സമയമായി എന്നറിയിക്കുന്നു ഈ വെടിയൊച്ചകൾ. ഈ പീരങ്കി വെടിയുതിർത്തുന്നത് ഖത്തറിൻ്റെ സൈനികർ. ഇന്നു നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. പുതിയ തലമുറയ്ക്ക് ഇത്തരം പരമ്പരാഗത ആചാരങ്ങൾ കൗതുകമാണെങ്കിലും വികസനത്തിൻ്റെ നടുവിലും ഈ പാരമ്പര്യ രീതികളും പൈതൃകവും പിന്തുടരുന്നതിലും നിലനിർത്തുന്നതിലും വലിയ ശ്രദ്ധ ചെലുത്തുന്ന രാജ്യമാണ് ഖത്തർ. ആഗോളതലത്തിൽ സന്ദർശകർ ഇത് കാണാനായി ഇവിടെ എത്തുന്നു. കുട്ടികളും കുടുംബങ്ങളും അടക്കം 100 കണക്കിന് ആളുകൾ ഇത് കാണാനായി എത്താറുണ്ട്. കുട്ടികൾക്ക് സമ്മാനങ്ങളും മുതിർന്നവർക്ക് ഇഫ്താർ ഭക്ഷണവും വിതരണം ചെയ്യപ്പെടുന്നു. കാനൺ ഷൂട്ടിംഗ് അറ്റ് സൂഖ് വാക്കിൽ, കൾച്ചർ ക്ലബ്, one stop shop that spells out all things Qatar. An aesthetic visual. See, our Nimita has captured some of the best glimpses of this golden hour moment. ഞങ്ങൾ ഇന്ന് 2 ഇഫ്താർ സ്പെഷ്യൽ വിഭവങ്ങൾ ഒരുക്കട്ടെ. സാധാരണയായി കോഴിക്കോട്ടെ എല്ലാ മുസ്ലിം വീടുകളിലും ഈ വിഭവം ഉണ്ടാകും. ഞങ്ങളൊന്ന് പരീക്ഷിക്കട്ടെ. ആദ്യം ചട്ടിപ്പത്തിരി. ഇൻഗ്രീഡിയൻസ്: കോഴിമുട്ട, മൈദ, കസ്കസ്, പാല്, നെയ്യ്, പഞ്ചസാര, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, വാനില എസൻസ്, ആവശ്യത്തിന് ഉപ്പ്. മൈദ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴയ്ക്കുക. 10 കോഴിമുട്ട പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്ത് വയ്ക്കണം. പിന്നീട് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കസ്കസ് ഇവ നെയ്യിൽ വറുത്ത് വയ്ക്കാം. ഇതിൻ്റെ കൂടെ 2 കോഴിമുട്ട പഞ്ചസാര ചേർത്ത് ചിക്കിയെടുക്കാം. ശേഷം കുഴച്ചു വെച്ച മൈദ ഉരുളകളാക്കി ചെറുതായി പരത്തി വയ്ക്കാം. പിന്നീട് ഓരോന്നിലും നെയ്യ് പുരട്ടി ഒരു 4-5 എണ്ണം, എത്ര ലെയർ ആക്കാമോ അത്ര എണ്ണം വലുതാക്കി നേരിയതായി പരത്തണം. അതിൽ നിന്ന് ഓരോ ലെയർ എടുത്ത് ഫ്രൈയിങ് പാനിൽ വെച്ച് ഒന്ന് ചെറുതായി ചുട്ടെടുക്കാം. ഇങ്ങനെ ചുരുങ്ങിയത് 10 എണ്ണം ഒന്നാക്കി സെറ്റ് ചെയ്യാം. ഓരോ ലെയറും പാലിലും ബീറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ടയിലും മുക്കി വെച്ച് അതിനിടയിൽ നമ്മൾ ഉണ്ടാക്കിയ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, കസ്കസ്, കോഴിമുട്ട ഈ മിക്സ്ചർ ഓരോ ലെയറിലും ഇട്ട് കുറച്ച് കുഴിവുള്ള ഒരു സോസ് പാനിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ആ ദോശക്കല്ലിന് മീതെ നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രം വെച്ച് നല്ല ചൂടിൽ ഒരു അരമണിക്കൂർ വെച്ച് ചട്ടിപ്പത്തിരി റെഡിയാക്കിയെടുക്കാം. അത് നല്ല ലെയറായി തന്നെ ഉണ്ടാകും. വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ് ചട്ടിപ്പത്തിരി.
നോമ്പുതുറ വിഭവത്തിൽ രണ്ടാമതായി ഉന്നക്കായാണ് ചെയ്യുന്നത്. അതിനായി പാകത്തിന് പഴുത്ത നേന്ത്രപ്പഴം പുഴുങ്ങി ഉടയ്ക്കും. തേങ്ങ, പഞ്ചസാര ചേർത്ത് ഒരു കോഴിമുട്ട കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് വേണ്ടാത്തവർക്ക് ചേർക്കണം. ഉടച്ചു വെച്ച നേന്ത്രപ്പഴം ഉരുളകളാക്കി നെയ്യ് കൂട്ടി കയ്യിൽ വെച്ച് ചെറുതായൊന്ന് പരത്തുക. അതിന് നടുവിലായി നമ്മൾ ഉണ്ടാക്കിയ തേങ്ങ, പഞ്ചസാര, കിസ്മിസ് മിശ്രിതം വയ്ക്കുക. എന്നിട്ട് അത് നല്ല ചെറുപഴത്തിൻ്റെ ഷേപ്പാക്കി എടുക്കണം. അത് ഫ്രൈയിങ് പാനിൽ വെളിച്ചെണ്ണയൊഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇല്ലാതെ വേണമെങ്കിൽ എയർ ഫ്രയറിലും ചെയ്യാം. ഉന്നക്കായയും റെഡി. ഇത് രണ്ടും നോമ്പുതുറയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. പരീക്ഷിച്ചു നോക്കുമല്ലോ. പുണ്യത്തിൻ്റെ പൂക്കാലമായ അനുഗ്രഹീത മാസത്തിൻ്റെ അവസാന നാളുകൾ ത്യാഗത്തിൻ്റെയും സഹജീവനത്തിൻ്റെയും പെരുന്നാൾ വരവായി. ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷം നിറഞ്ഞ ഈദ് മുബാറക്.